നമസ്കാരം. മലബാർ മെഡിക്കൽ കോളേജിലെ പുതിയ സ്റ്റുഡൻസ് യൂണിയന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. അശ്വര 2K21. ഇത് നിർദ്ദേശിച്ച ലീന വർഗീസിനെ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കാം. യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു. മലബാർ മെഡിക്കൽ കോളേജിലെ പുതിയ യൂണിയൻ ഭാരവാഹികളുടെ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ മലബാർ മെഡിക്കൽ കോളേജിൽ ഇതുവരെയുള്ള ചരിത്രം നോക്കി യൂണിയന്റെ പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ടു വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി നൽകുന്നതായിരുന്നു. ഈ പുതിയ യൂണിയനും ഒന്നിനൊന്ന് മെച്ചം ഉണ്ടാക്കാവുന്ന സാരഥികളെയാണ് തെരഞ്ഞെടുത്തത്. അവർ ഇട്ടിരിക്കുന്ന പേര് തന്നെ അശ്വര എന്നാണ്. അതായത് ഇതിനകത്തുള്ള എല്ലാവരും പൊളൈറ്റും വയസ്സുമാണെന്നാണ് അവരുടെ വാദം. അതവർ വരുന്ന ദിവസങ്ങളിൽ പ്രവൃത്തിയിലൂടെ മികവ് തെളിയിക്കുന്നതായിരുന്നു. എന്തായാലും ഈ കുട്ടികളുടെ പ്രവർത്തനം കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന കാര്യത്തിലും പഠനേതര വിഷയങ്ങളിൽ കഴിവുകൾ തെളിയിക്കുന്നതിനും കേരളത്തിലെ മറ്റ് മെഡിക്കൽ കോളേജിനേക്കാൾ മുകളിലെത്തിക്കുന്നതിനും പ്രാപ്തരാക്കാൻ സഹായിക്കുമെന്ന് ഞാൻ ചെയർമാൻ വളരെ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ ടീം മെമ്പേഴ്സ് ഒക്കെ ഒന്നിനൊന്ന് മെച്ചം ഉള്ളവരായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലിന്റെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. ഇതെല്ലാം ഏകോപിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ചെയർമാന്റെ ഉത്തരവാദിത്തവും ആ രീതിയിൽ മാനേജ്മെന്റിനെ സഹായിക്കുന്ന കാഴ്ചപ്പാടും നടപടികളും അവരുടെ ഭാഗത്തുണ്ടാവണം. കുട്ടികൾക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും അതിൽ ഇടപെടുക എന്നുള്ളത് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളോടുകൂടി യൂണിയന്റെ കർത്തവ്യമാണ്. എന്തായാലും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈശ്വരൻ അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലബാർ മെഡിക്കൽ കോളേജിന്റെ ഈ പുതിയ യൂണിയൻ എല്ലാ ഭാഗത്തും നമസ്കാരം. സൂരജ് സന്തോഷ് ഹിയർ. മലബാർ മെഡിക്കൽ കോളേജിലെ പുതിയ സ്റ്റുഡൻസ് യൂണിയൻ അശ്വര 2021 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പ്രവർത്തിക്കുവാൻ യൂണിയന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അഭിനന്ദനം. The office bearers of the Students' Union and my dear students. At the outset, let me congratulate Mr. Adil and his team for having got elected to the Students' Union as its office bearers unanimously. I am told that the Students' Union activities are going to be inaugurated through online mode, and I wish the inaugural session a grand success. I also wish the activities and the programs that is going to be carried out by the union in the entire tenure all success. The office bearers of the Students' Union must be having certain programs and missions in their mind. In the current scenario of the COVID pandemic, I wish the Students' Union to take a lead, to take a leadership in spreading the message of this COVID protocols. The
strict adherence of COVID protocols amongst the students community, especially in the classroom. We are all aware that there cannot be any programs conducted in the offline mode in the present situation. Let us hope this scenario will get over in a shorter period. And I wish the Students' Union now in office to have programs that is unique in nature, the programs that is having a speciality and varieties. The Students' Union, apart from conducting cultural programs and conducting so many activities that makes the campus more colorful and more enjoyable, I also wish them to have some activities that is aimed in having some charity works. Such kind of programs the Students' Union carry out will be having the effect of inculcating the mindset, the culture among the learning doctors. From the management side, I undertake to give you all kinds of support for the Students' Union to the extent possible. Not but the least, you all know the importance and the relevance and the mission behind having a Students' Union in colleges. It is to spread, or it is to understand, it is to learn the principles of democracy. Let me also hope that the current Students' Union will be able to spread this message as well. Once more, wishing you all the very best. Thank you. എല്ലാവർക്കും നമസ്കാരം. വിഷ്ണുവാണ്, വിഷ്ണു ഗോവിന്ദൻ. മലബാർ മെഡിക്കൽ കോളേജിലെ പുതിയ സ്റ്റുഡൻസ് യൂണിയനായ അശ്വര 2021 എല്ലാവിധ ആശംസകളും. മലബാർ മെഡിക്കൽ കോളേജിൻ്റെ പുതിയ യൂണിയൻ അശ്വര എൻ്റെ എല്ലാവിധ ആശംസകളും. ഇപ്പോൾ ലോകം മുഴുവൻ ഈ മഹാമാരി പിടിപെട്ട വലിയൊരു മോശം അവസ്ഥയിലുള്ള സമയത്ത് മെഡിക്കൽ പ്രൊഫഷണൽസ് പ്രത്യേകിച്ചും ലോകം മുഴുവൻ, സമൂഹം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അവരെ ഒരു ആശാകേന്ദ്രമായിട്ടുള്ളത് ഈ മെഡിക്കൽ പ്രൊഫഷൻസിനാണ്. അപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെ മെഡിക്കൽ രംഗത്തുള്ള മുഴുവൻ പേരും ഇതിനായിട്ട് ഒരുപാട് പ്രയത്നിക്കേണ്ടതുണ്ട്. അതിന് ഒരു നല്ലൊരു ലീഡർഷിപ്പ് കൊടുക്കാൻ ഈ യൂണിയന് കഴിയട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും.